പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പും സംഘർഷമൊഴിയാതെ മണിപ്പൂർ. ചിരാചന്ദ്പൂരിൽ പോലീസും അക്രമികളും ഏറ്റുമുട്ടി. കലാപം നടന്ന് 2 വർഷത്തിന് ശേഷം മോദി ആദ്യമായി മണിപ്പൂരിലെത്തുമ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. 2023 പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങൾക്ക് ഇപ്പോഴും അറുതിയില്ല. പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തുന്ന ചുരാചന്ദ്പൂരിൽ പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടി. മോദിയുടെ സന്ദർശനം ബഹിഷ്കരിക്കാനാണ് സംഘടനകളുടെ ആഹ്വാനം. ചുരാചന്ദ്പൂരിലെ BSF ട്രെയിനിംഗ് സെന്ററിലാണ് മോദി ആദ്യം എത്തുക. ഇംഫാലിൽ നടക്കുന്ന പൊതുയോഗത്തിലും മോദി സംസാരിക്കും. മണിപ്പൂരിലെ സംഘർഷങ്ങളും വിയോജിപ്പുകളും പ്രധാനമന്ത്രി പരിശോധിക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. എന്തായാലും 2 വർഷത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അങ്ങ് പോകുന്നു എന്ന് പറയുന്നത് തന്നെ സ്വാഗതാർഹമാണ്. പക്ഷേ അവിടെയുള്ള അസ്വസ്ഥതകളും അതുപോലെ വിയോജിപ്പുകളും അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാ വിഭാഗത്തെയും സമഭാവനയോടെ ചേർത്ത് നിർത്താനുള്ള ഒരു അവസ്ഥ മണിപ്പൂരിൽ സംജാതമാകണം. ഇംഫാൽ ദേശീയപാത അടക്കുന്നതിൽ നിന്നും കുക്കി വിഭാഗം പിന്മാറി. അതേസമയം സംസ്ഥാനത്തെ BJPയിലും ഭിന്നിപ്പ് വ്യാപകമാവുകയാണ്. ഉഖ്രുൽ ജില്ലയിലെ 40 BJP നേതാക്കൾ രാജിവെച്ചു. മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തൊട്ടാകെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഘർഷം തണുക്കാത്ത മണിപ്പൂരിൽ PTC SBG സുരക്ഷയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെല്ലുവിളിയാണ്. കൈരളി ന്യൂസ്, ദില്ലി.